ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജെക്വയറി എന്ന ടോപ്പിക്കാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജെക്വയറിയെ കുറിച്ച് നോക്കാം എന്ന്. സോ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ടു ജെക്വയറി. എന്താണ് ജെക്വയറി? സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? HTML, CSS അല്ലേ? HTML എന്ത് ചെയ്യും? നമ്മൾ HTML ഉപയോഗിച്ച് നമ്മളൊരു വെബ് പേജിന്റെ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് സ്റ്റൈലും ഡിസൈനും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? CSS യൂസ് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാറ്. സോ ജെക്വയറി എന്താണ്? ജെക്വയറി എന്താണെന്നുള്ളതിന് ഉത്തരം, ജെക്വയറി ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ലൈബ്രറി ആണ്. ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ലൈബ്രറിയാണ് ജെക്വയറി. അപ്പോൾ ഈ ജെക്വയറി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജെക്വയറിന്റെ പ്രധാന ഗുണങ്ങൾ എന്താണ്? പ്രധാന ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ജെക്വയറിനെ കൊണ്ടുള്ള ഉപയോഗം ഡോം മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു HTML ഒരു കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കത് യൂസറിന്റെ എന്തെങ്കിലും ഒരു ആക്ഷൻസ് കൊണ്ട് അതിന്റെ കണ്ടന്റ് ചേഞ്ച് ആവും. അതായത് ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഒരു വെബ്സൈറ്റിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടെക്സ്റ്റ് ചേഞ്ച് ആവും. ഇതൊക്കെ യൂസറുടെ ആക്ഷന്റെ സമയത്താണ് ചേഞ്ച് ആവുന്നത്. ഡയറക്റ്റ് ആയിട്ട് എന്താണ് മാറുന്നത്? HTML കണ്ടന്റ് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു യൂസർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റിന്റെ കളർ മാറുക, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ആനിമേഷൻ. അപ്പോൾ പ്രധാന ഗുണങ്ങളൊക്കെ വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് ഡോം മാനിപ്പുലേഷൻ. അത് ഒരു ടെക്സ്റ്റോ എന്ത് കണ്ടന്റ് ആണെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ടെക്സ്റ്റ് എന്നുള്ള എക്സാമ്പിൾ, ഒരു കണ്ടന്റ്, ഒരു എലമെന്റ് ടെക്സ്റ്റ് ആണെങ്കിൽ അത് ടെക്സ്റ്റ് ചേഞ്ച് ആക്കുക, കളർ ചേഞ്ച് ആക്കുക, അല്ലെങ്കിൽ അത് റിമൂവ് ആക്കുക. അങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജെക്വയറി ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിന്റെ പ്രധാന ഒന്നാമത്തെ ഗുണമാണ് ഇത്, ഡോം മാനിപ്പുലേഷൻ. പിന്നെ വരുന്നത് രണ്ടാമത്തെ ഉപയോഗവും ഗുണവും രണ്ടും ഒരുപോലെയാണ്. കാരണം രണ്ടാമത്തത് വരുന്നത് എന്താണ്? ഇവന്റ് ഹാൻഡ്ലിങ്. എന്താണ് ഇവന്റ് എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് വെബ്സൈറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ്സിൽ എന്ത് ചെയ്തു? നമ്മളെ ഇമെയിൽ പാസ്വേഡും ലോഗിൻ ഫോമിൽ നമ്മൾ ഇമെയിൽ പാസ്വേഡും അടിച്ച് ഹോമിലേക്ക് പോകുന്നു. ഹോം പേജ്, ആ വെബ്സൈറ്റിന്റെ ഹോം പേജിലേക്ക് പോകുന്നു. ഹോം പേജിൽ എത്തിയ ഉടനെ നമുക്ക് മുകളിലൊരു നോട്ടിഫിക്കേഷൻ പോലെ വെൽക്കം ടു നമ്മുടെ നെയിമോ എന്തെങ്കിലും വെൽക്കം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നു. നമുക്ക് എന്താ അവിടെ സംഭവിച്ചേ? നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് തന്നെ നമുക്കൊരു പോപ്പോ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലെ ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു മെസ്സേജോ എന്തെങ്കിലും ഒരു പോപ്പപ്പ് പോലെ വരുന്നു അല്ലേ? ഇതുപോലുള്ള ഇവന്റ്സ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ സംഭവിച്ചത് എന്താ? നമ്മൾ ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുള്ളത്. നമുക്ക് അവർ മെസ്സേജ് വരുന്നത് ജസ്റ്റ് ഒരു വെൽക്കം എന്നുള്ള മെസ്സേജ് ആണെങ്കിൽ പോലും അത് എപ്പോഴാണ് വന്നത്? ലോഗിൻ എന്നുള്ള ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം. ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ഇവന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റിൽ യൂസർ എന്ത് ചെയ്തു? ലോഗിൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഹോം പേജിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ കാണിക്കാൻ അതിനൊക്കെയാണ് ഇവന്റ് എന്ന് പറയുന്നത്, ഇവന്റ് ഹാൻഡ്ലിംഗ്. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ജെക്വയറി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് മൂന്നാമതായി വരുന്നത് ക്രോസ് ബ്രൗസർ സപ്പോർട്ട്. ഒരു മിനിറ്റ്, ഞാൻ മൂന്നാമത്തെ പോയിന്റ് ഇപ്പോൾ പറഞ്ഞു. പ്രധാന ഗുണങ്ങളും ഉപയോഗവും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ 2 പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് തരാം. ഒരു മിനിറ്റ്. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഡോം മാനിപ്പുലേഷൻ. ഡോം മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ HTML കണ്ടന്റിന് നമുക്ക് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ HTML കണ്ടന്റ് മാറുക, അല്ലെങ്കിൽ ആ HTML കണ്ടന്റ് റിമൂവ് ആവുക, അല്ലെങ്കിൽ ആ HTML ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് ആവുക. അതൊക്കെ ഡയറക്റ്റ്ലി നമ്മൾ യൂസറുടെ ആക്ഷൻസ് കൊണ്ടാണ് ചേഞ്ച് ആവുന്നത് അല്ലേ? അതാണ് ഈ ഒന്നാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? ഇവന്റ് ഹാൻഡ്ലിംഗ് അല്ലെ? ഇവന്റ് ഹാൻഡ്ലിംഗ്, എന്തെങ്കിലും ഒരു കാര്യം നടന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇവന്റ് ഹാൻഡ്ലിംഗ്, അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇവന്റ് ഹാൻഡ്ലിംഗ്. അതാണ് ഇവന്റ് ഹാൻഡ്ലിംഗ്. മൂന്നാമതായിട്ട് എന്താണ് ഞാൻ പറഞ്ഞത്? ക്രോസ് ബ്രൗസർ സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ ബ്രൗസറിലും, അതായത് നമ്മൾ ഒരുപാട് ബ്രൗസേഴ്സ് ഉണ്ടല്ലേ, ക്രോം, അതുപോലെ ബ്രേവ്, അങ്ങനെ ഒരുപാട് ബ്രൗസേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ബ്രൗസേഴ്സിലും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ആവും എന്നുള്ള ഒരു ഗുണമാണ് മൂന്നാമതായിട്ട് വരുന്നത്. ജസ്റ്റ് മൂന്നാമത്തെ പോയിന്റ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് എല്ലാ ബ്രൗസറിലും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ആവുന്നു. അതാണ് ഈ ക്രോസ് ബ്രൗസർ സപ്പോർട്ട് എന്നുള്ള ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വരുന്നതാണ്, നാലാമത് വരുന്നതാണ് എന്താണ്, ആനിമേഷൻസ്. നമ്മൾ കാണാറുണ്ടല്ലേ ഒരുപാട് വെബ്സൈറ്റ്സിൽ പലതരത്തിലുള്ള ആനിമേഷൻസ് ഒക്കെ അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ jQuery ഉപയോഗിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ഒരു വെബ്സൈറ്റിൽ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വഴിയെ നോക്കാം, ഞാൻ പറഞ്ഞുതരാം. അതായത് നാലാമത്തെ പോയിന്റ് ആനിമേഷൻ. ഓക്കെ, എന്താണ് ആനിമേഷൻ? നാലാമത്തെ പോയിന്റ്, അതല്ലെങ്കിൽ നാലാമത്തെ ഗുണമായിട്ട് അതിന് ഉപയോഗം വരുന്നത് jQuery കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആനിമേഷൻസ് ഒക്കെ നമ്മുടെ വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് ആനിമേഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പലതരത്തിലുള്ള ആനിമേഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇനി അഞ്ചാമത്തെ വരുന്ന പോയിന്റ് ആണ് എന്താണ്, അഞ്ചാമത്തെ വരുന്ന പോയിന്റ് എന്താണ്, സെർവർ സൈഡ് റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ. അതെന്താണ് പറഞ്ഞുതരാം. സെർവർ റിക്വസ്റ്റ് സപ്പോർട്ട്, അതായത് അഞ്ചാമത്തെ പോയിന്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കുക, നമ്മുടെ ബാക്ക് എൻഡ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് വെബ് പേജിലെ ഫ്രണ്ടിലുള്ള യൂസർ ഇന്റർഫേസിലെ കാര്യങ്ങളാണല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്, ഈ 4 പോയിന്റ് അല്ലെ. അപ്പോൾ അഞ്ചാമത് വരുന്നത് നമുക്ക് സെർവർ സൈഡ് പോയി ഡാറ്റ എടുക്കുക, ഡാറ്റ അയക്കുക, അതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് jQuery ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ മെയിൻ 5 പോയിന്റ്സ് കൊണ്ട് വരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു jQueryന്റെ മെയിൻ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് ഏകദേശം jQuery എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അല്ലെ.